അപ്പം ഞാനിപ്പോൾ കഴിച്ച സാധനത്തിന് പുലാവിൻ്റെ അച്ഛൻ വിളിക്കണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ കുറച്ചധികം സമയമായി. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എണീറ്റപ്പോൾ കുറേശ്ശെ വിശപ്പും വരൽ തുടങ്ങി. അപ്പോൾ പിന്നെ നേരെ ഹോട്ടലിൽ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ നമ്മളടുത്ത് മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് 2 അതിൽ പോണതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും പോർക്കും ഉണ്ടാവും, ലിക്വറും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതില്ലാത്ത നോക്കിയിട്ട് പോവുകയാണ്. അതിൽ ഒരെണ്ണം ഹലാലാണ്, ഒരെണ്ണം ഹലാൽ എന്നുള്ള കൺസെപ്റ്റിലൊന്നുമല്ല, പക്ഷേ പോർക്കും ലിക്വറും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് വിസ്ത മാൾ പറഞ്ഞിട്ടുള്ള ഈ മാളുണ്ട്. നല്ലൊരു അടിപൊളി മാളാട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറേ റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് നാസർ ടർക്കിഷ് കുസീൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു നമ്പർ തരും. അത് നമ്മൾ ടേബിളിൽ നിന്ന് കൊടുത്തിട്ട് അവിടെ ഇരിക്കുക. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരത് ഫുഡ് നേരെ ടേബിളിൽ നിന്ന് കൊടുന്ന് സെർവ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഷിഷ് കബാബ് ബിരിയാണി. ഇതിന് നാട്ടിലത്തെ 825 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ ഒപ്പം 2 സോസ് ഉണ്ട്. ഒന്ന് ഹോട്ട് സോസും ഒന്ന് സാധാ ഗാർലിക് സോസും ആണുള്ളത്. ആദ്യത്തെ വായ വെച്ചതിൽ തന്നെ പോയി മനസ്സിലായി ഇന്നുണ്ടാക്കിയ ബിരിയാണിയല്ല. 2 ദിവസം മുന്നേ ഇന്നലെ ഉണ്ടാക്കിയിട്ട് ചൂടാക്കി തന്നതാണ്. കച്ചറ സാധനം. ഇതൊന്നും കുഴപ്പമില്ല, ചിക്കൻ വലിയ കുഴപ്പമില്ല, പക്ഷെ ബിരിയാണി 5 പൈസക്കില്ല. പിന്നെ ഓർഡർ ചെയ്തുകൊണ്ടും വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് കുറച്ചിരുന്ന് കഴിച്ചു. ബിരിയാണിക്ക് പ്രാക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുട്ടൻ്റെ പീസൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൽ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത പോലെ. നമ്മളെ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, അല്ല പുലാവൊക്കെ പോലെ ഉണ്ടായി കണ്ടു കഴിഞ്ഞാൽ അത്രക്കും എണ്ണമയാണ് സംഭവം. അങ്ങനെ ഞാൻ അത്യാവശ്യം ബാക്കിയാക്കി. എന്നിട്ട് ഞാൻ എനിക്ക് മാത്രം തോന്നിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടേ അപ്പുറത്തെ ഒരു അപ്പൂപ്പ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആളെ പ്ലേറ്റിൽ നോക്കിയപ്പോൾ അവിടെ ഇഷ്ടം പോലെ ബാക്കിയായിരിക്കുന്നുണ്ട്. ആളിങ്ങോട്ട് പോകുമ്പോൾ എന്നെ നോക്കിയിട്ട് നല്ലൊരു ചിരിയും ചിരിച്ചിട്ടാണ് പോയത്. പത്രത്തിലൊരു വാർത്ത കണ്ടിരുന്നത്, അതൊരു മങ്കി ബിരിയാണിയുടെ അറബി പേര് മാറ്റിയിട്ട് പുലാവ് എന്നുള്ള പേര് അതിന് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ കഴിച്ച സാധനത്തിന് പുലാവിൻ്റെ അച്ഛൻ വിളിക്കണോ?